വൈക്കത്ത് അന്താരാഷ്ട്ര മ്യൂസിയം ദിന ആഘോഷത്തിന് തുടക്കമായി. പുരാരേഖാ വകുപ്പ് സജ്ജമാക്കിയിട്ടുള്ള വൈക്കം സത്യാഗ്രഹ സ്മാരക ഗാന്ധി മ്യൂസിയത്തിലാണ് 3 ദിവസങ്ങളിലായി മ്യൂസിയം ദിന ആഘോഷം സംഘടിപ്പിക്കുന്നത്. മ്യൂസിയങ്ങളെക്കുറിച്ചുള്ള അവബോധം വിദ്യാർത്ഥികളിലും പൊതുജനങ്ങളിലും സംഘടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മ്യൂസിയം ദിനാഘോഷം സംഘടിപ്പിക്കുന്നത്. വിദ്യാർത്ഥികൾക്കായുള്ള ചിത്രരചന മത്സരത്തോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. മ്യൂസിയം സൂപ്രണ്ട് മഞ്ജു എ, കേരള ട്രഡീഷണൽ ഓയിൽ പെയിന്റിംഗ് ആർട്ടിസ്റ്റ് ലിജിത്ത് എൻ ഗംഗാധരൻ, റിട്ടയർഡ് അധ്യാപകൻ ജയകൃഷ്ണൻ തുടങ്ങിയവർ ചിത്രരചന മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി. ഭൂതകാല ചരിത്രങ്ങൾ പുതുതലമുറയ്ക്ക് പകർന്നു നൽകുന്ന വിജ്ഞാന കേന്ദ്രമാണ് മ്യൂസിയങ്ങളെന്നും അത്തരത്തിൽ ചരിത്രം വിളിച്ചോതുന്ന ഒരു മ്യൂസിയമാണ് വൈക്കത്തെ എന്നും മ്യൂസിയം സൂപ്രണ്ട് മഞ്ജു പറഞ്ഞു. ഇപ്പോഴത്തെ കാലത്ത് പ്രധാനമായിട്ടും എല്ലാ പേരൻസും സമൂഹവും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ലഹരി ഉപയോഗം. അതിൽ നിന്ന് വിദ്യാർത്ഥികളെ എങ്ങനെ നമുക്ക് ആ ഉപയോഗത്തിൽ നിന്ന് പിന്മാറ്റാം എന്നൊരു പ്രധാന ഉദ്ദേശത്തോടു കൂടിയാണ് അത്തരം ഒരു പ്രോഗ്രാം നമ്മൾ നടത്തുന്നത്. അതായത് സേവനമാണ് ലഹരി, അല്ലാതെ ലഹരി എന്ന് പറയുന്നത് വേറെ ഏതെങ്കിലും മയക്കുമരുന്നോ മറ്റോ ഉപയോഗിച്ച് കിട്ടുന്ന ആനന്ദമല്ല. സേവനം, അതിൽ കൂടെയാണ് ലഹരി. അതാണ് നമ്മുടെ ലഹരി. മറ്റുള്ളവരെ സേവനത്തിൽ കൂടി നല്ല കാര്യങ്ങൾ അവർക്ക് നൽകുക എന്നതാണ് ഈ പറയുന്ന ലഹരി വിമുക്ത ബോധവൽക്കരണ ക്ലാസ് കൊണ്ട് വകുപ്പ് ഉദ്ദേശിക്കുന്നത്. ഞായറാഴ്ച നടക്കുന്ന സമാപന ചടങ്ങിൽ വൈക്കം MLA CK ആശ, നഗരസഭാ ചെയർപേഴ്സൺ പ്രീത രാജേഷ് തുടങ്ങിയ വിവിധ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. i4 ന്യൂസ്, വൈക്കം.